എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമകീർത്തനത്തിൻ്റെ 40ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡങ്കം കുരങ്കവും എടുത്തിട്ട് പാതിയുടൽ, ശംഖും രഥാംഗവും എടുത്തിട്ട് പാതിയുടൽ, ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന്, പോകുന്നു മോഹമത് നാരായണായ നമ. ഇവിടെ മാനും മഴുകും ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതി ദേഹം ശംഖും ചക്രവും കയ്യിലേന്തിക്കൊണ്ട് മറ്റേ പകുതി, അല്ലയോ ഭഗവൻ, അങ്ങയുടെ നാശരഹിതമായ പരമാത്മരൂപമോ അതിൻ്റെ പ്രതീകമായ ഓങ്കാരരൂപമോ ധ്യാനിച്ചുറപ്പിക്കുന്നവന് അജ്ഞാനമകന്ന് എല്ലാ ഭേദചിന്തകളും വിട്ടകലുന്നു. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഞാനിന്ന് ഹരിനാമകീർത്തനത്തിലെ 40ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡങ്കം കുരങ്കവും എടുത്തിട്ടു പാതിയുടൽ, ശംഖും രഥാംഗവും എടുത്തിട്ടു പാതിയുടൽ, ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന്, പോകുന്നു മോഹം അതുവഴി നാരായണായ നമ. ഇവിടെ മഴവും മാനും ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതി ദേഹം, ശംഖും ചക്രവും കയ്യിലേന്തിക്കൊണ്ട് മറ്റേ പകുതി, അല്ലയോ ഭഗവൻ, അങ്ങയുടെ നാശരഹിതമായ പരമാത്മരൂപമോ അതിൻ്റെ പ്രതീകമായ ഓങ്കാരം രൂപമോ ഉറപ്പിക്കുന്നവന് അജ്ഞാനമകന്ന് എല്ലാ ഭേദചിന്തകളും വിട്ടകലുന്നു. ഇതാണ് ഹരിനാരായണനെ കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ പറയുന്നു, പ്രപഞ്ചം നമ്മൾ മായ, അതായത് ഭഗവാന്റെ തന്നെ യോഗമായയാണ് പ്രപഞ്ചമെന്ന് നമുക്ക് എല്ലാവർക്കും ഇത്രയും നേരം പഠിച്ചിരുന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്ന ദ്വൈതം രണ്ടെന്ന് കാണുന്നത് അത് ഭ്രമമാണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ ഈശ്വരന്മാരിൽ തന്നെ ഭേദം കാണുന്നല്ലോ. ശിവൻ, വിഷ്ണു, ഇങ്ങനെ വേറെ വേറെ നിരവധി ദൈവങ്ങൾ, ഇതുമൊക്കെ ഭ്രമമാണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ ഡങ്കം കുരങ്കം എന്ന് പറയുന്ന 40ാമത്തെ ആ പദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രകൃതി യോഗമായയിൽ നിന്നുണ്ടായത്. അപ്പം ആ പ്രകൃതിയിൽ നമ്മൾ ജീവാത്മാക്കളായിട്ട് ആരാധന, അതായത് ഉപാസിക്കാൻ നമുക്ക് എന്താണ് പറഞ്ഞല്ലോ, ജീവാത്മാക്കളെ കർമ്മമെടുത്ത് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുടേതായ ഇഷ്ടദൈവങ്ങൾ ഉണ്ടാകുമെന്ന് പോയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരവരുടെ ഇഷ്ടദൈവങ്ങളെ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും കൂടുതൽ ഒരു സന്തോഷവും ഒരു ഏകാഗ്രതയൊക്കെ നമുക്ക് കിട്ടും. ശിവനെ പ്രാർത്ഥിക്കുന്നവർക്ക് ശിവൻ, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവർക്ക് വിഷ്ണു, ഗണപതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഗണപതി, അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അയ്യപ്പൻ, കൂടാതെ നമ്മുടെ ദേവി മഹാമായയാണല്ലോ പ്രപഞ്ചം. മഹാമായയെ ആരാധിക്കുന്നവർക്ക് അങ്ങനെ ഓരോരോ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ ജന്മമെടുത്തിരിക്കുന്ന ഓരോ ജീവാത്മാവിനും എന്താണ് അവരവരുടേതായ ഇഷ്ടദൈവങ്ങൾ തീർച്ചയായും ഉണ്ട്. കാരണം അവരുടെ ജന്മത്തിൽ അവർക്ക് മോക്ഷഗതിക്ക് സ്വാധീനം ചെയ്യുന്ന ദേവതകളാണ്. അപ്പോൾ ഈ പ്രപഞ്ച രൂപങ്ങളിലെ ദേവതകളും അദ്വൈതം അല്ലേ, ഒന്നല്ലല്ലോ. ഭഗവാൻ മഹാവിഷ്ണു മാത്രമല്ല, ശിവൻ മാത്രമല്ല, ദേവി മാത്രമല്ല എന്നിങ്ങനെ എന്താണ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സങ്കല്പം വെച്ച് നോക്കുമ്പോൾ പ്രകൃതി മായയാണ്. പ്രകൃതി മാറുമ്പോൾ ഇതെല്ലാം മായ മാറുന്നു. ഈശ്വര സങ്കല്പങ്ങൾ മാറും. ഇവിടെ ഈശ്വര സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ പരമാത്മ സ്വരൂപം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മൾ ആ ലെവലിൽ എത്തി വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഏകാന്ത ഭക്തി വരണം. ഏകാന്ത ഭക്തിയിലാണ് പരബ്രഹ്മം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എത്തുന്നത്. അവിടെ വന്ന് നമ്മൾ എത്തുന്നത്. കാരണം ഒറ്റ ആരാധനയിലൂടെ, ഒരൊറ്റ ശക്തിയിലൂടെ, ഒരൊറ്റ ദേവതയിലൂടെ മാത്രമേ നമുക്ക് ബ്രഹ്മപദം അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ നിർവ്വാണം എന്നിങ്ങനെയുള്ള ആ ഒരു കടമ്പകളിലേക്ക് നമുക്ക് കടന്നെത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ആചാര്യൻ പറയുന്നു, എന്താണ് നമുക്ക് ബ്രഹ്മസായുജ്യം കിട്ടുന്നതിന് എന്താണ് മാർഗം? ഒന്നുകിൽ മാനും മഴുകും പകുതി ശരീരവും, ശംഖും ചക്രവും ധരിച്ച മഹാവിഷ്ണു മറുശരീരം രണ്ടാം പകുതി. അപ്പം ഒരു അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞ പോലെ അതിൽ ദേവിയും മഹാദേവനും പരാശക്തി ദേവി പാർവതിയുമാണ്. പക്ഷേ ഇവിടെ പറയുന്നു, നമുക്ക് ഏകാഗ്രമായി ഒറ്റ ചിന്തയിൽ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാനുള്ള
ഉപാസന രീതിക്ക് നമുക്ക് എങ്ങനെ ആരാധിക്കാം? ശങ്കരനാരായണ എന്നുള്ള ആ ഒരു രൂപം, നമുക്ക് ആ രൂപത്തെ വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ ബ്രഹ്മപ്രാപ്തിക്ക് നമുക്ക് ഉപാസന ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ ആചാര്യൻ പറഞ്ഞു. അതായത് പകുതി ശരീരം ശിവൻ, പകുതി ശരീരം വിഷ്ണു. അപ്പോൾ പല ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ, ഇവിടെ ഒന്നേ ഉള്ളൂ. അതൊക്കെ നമ്മളിവിടെ ദ്വൈതം ആയിട്ട് കാണുന്നത്, ദ്വൈതം ഭ്രമം. അപ്പോൾ അദ്വൈതം ഒന്നേ ഉള്ളൂ. ആ നമ്മളെ ജീവാത്മാവായി മാറി നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തുണ്ടായത്? ഈ ഭ്രമം ഉണ്ടായത്, സംശയം ഉണ്ടായതില്ലേ, ആ ഇണ്ടലുണ്ടായത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ സംശയങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സംശയം നീങ്ങുന്നതിനാണ് നമ്മൾ ഒറ്റ എന്ന ഒരു ഏകാഗ്ര ഭക്തി അല്ലെ ഏകാന്ത ഭക്തി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ആചാര്യൻ നമ്മെ പറയുന്നത്. അപ്പോൾ 2 തരത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ മാനും മഴുകും ധരിച്ച പകുതി ശരീരമുള്ള മഹാദേവനും അതുപോലെ തന്നെ ശംഖചക്രം ധരിച്ച മഹാവിഷ്ണുവിൻ്റെ ഇവിടെ രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഒരു ഭാഗം ശിവനും ഒരു ഭാഗം മഹാവിഷ്ണു. അതിനെയാണ് ശങ്കരനാരായണ ആരാധന എന്ന് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലും ശങ്കരനാരായണ വിഗ്രഹം പൂജിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ശൈവരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കരമായ ഘോരമായ ഇതായിരുന്നു, ഭക്തിയുടെ പേരിൽ അടിയായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു സമാപ്തിക്ക് വേണ്ടിയാണ് ഈ ശങ്കരനാരായണ സങ്കല്പം തന്നെ വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് എങ്ങനെ ഉപാസിക്കാം? ഈ രൂപം ആരാധിച്ചുകൊണ്ട്, രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ധ്യാനം പലതരമാണെന്ന് പറഞ്ഞല്ലോ. ധ്യാനം രൂപത്തിലുണ്ട്, അത് രൂപമല്ലാതെയുമുണ്ട്. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ബ്രഹ്മസായുജ്യം നേടാമെന്ന് ഇവിടെ ആചാര്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ശങ്കരനാരായണൻ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആ ബ്രഹ്മപദത്തിലെത്താനുള്ള വഴി ഇവിടെ ഒന്നുണ്ട്. പോരാത്തതിന് രണ്ടാമത് വേറൊന്ന് പറയുന്നുണ്ട്, ഓങ്കാര രൂപം. അതും ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെ തന്നെ മറ്റൊരു ആരാധനയ്ക്ക് മറ്റൊരു ഉപായമാണ് ഇവിടെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ. എന്താണ്? നമ്മൾ ഓങ്കാരം ശീലിച്ച് നമുക്ക് ആ ഓം എന്ന് വെച്ചാൽ അവിടെ രൂപങ്ങളൊന്നുമില്ല, വെറും ശബ്ദത്തിൽ കൂടെയാണ് നമ്മളത് അവിടെ എത്തുന്നത്. എങ്ങനെ നമ്മുടെ ജീവൻ അവിടെ എത്തുന്നത്. അതിന് ഈ ഓങ്കാര രൂപത്തിൽ നമ്മൾ പോകുന്നതിനെ കുറിച്ച് ഇവിടെ 9ാമത്തെ പോയത്തിൽ പറയുന്നുണ്ട്. 9ാമത്തെ പോയത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ല? കഴിഞ്ഞ കടന്നുപോയ പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത പരം ഇച്ചിപ്പവർക്ക് ഷഠാധാരം കടന്നുവരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജ സ്തമോഭേദ ഹരിനാരായണായ നമഃ. 9ാമത്തെ പദ്യത്തിൽ ഓങ്കാരത്തിന് ധ്യാനിച്ച് നമ്മൾ സാക്ഷാത്കാരം നേടുന്നതിനെക്കുറിച്ച്, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പച്ചക്കിളി പവിഴ പാൽവർണ്ണം, പച്ചക്കിളി പവിഴം പാൽവർണ്ണം, അതായത് പച്ച, ചുവപ്പ്, വെള്ള എന്നീ ഈ 3 രീതിയിലുള്ള കളേഴ്സ്. അതെങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് യോഗികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എങ്ങനെയാണ്? അവരുടെ കുണ്ടലിനി ശക്തിയെ അവർ ഉണർത്തി ഈ 6 ചക്രങ്ങളും കടത്തി എവിടെ എത്തും? സഹസ്രാരത്തിൽ എത്തുന്നവർക്ക് മാത്രമാണ് ഈ 3 കളറിനെ കുറിച്ച് അനുഭവപ്പെടുന്നത്. ഈ കളറ് പലർക്കും പല വിധത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഇവിടെ പച്ച, പവിഴ, ചുവപ്പ്, വെള്ള, സാത്വികഗുണം. സാത്വികത്തിൻ്റെ നിറം എന്താണ്? വെള്ള. അപ്പം ഈ സാത്വികഗുണം, അതെ വിഷ്ണുവിനെ ആരാധിച്ച് പോകുന്നവർ സാത്വികഗുണത്തിലൂടെ അങ്ങെത്തുന്ന ബ്രഹ്മരന്ധത്തിൽ എത്താനുള്ള, അതായത് നമുക്ക് ആധാരങ്ങളും കടന്ന് അവിടെ എത്തേണ്ടത്. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ സത്വരജ ഗുണമാണ് നമുക്ക് അവസാനം എന്തായി കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിനകത്ത് ജ്ഞാനസൂര്യൻ ഉദിക്കുമെന്ന് നമ്മൾ മറ്റു പദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നക്ഷത്ര പങ്ക്തികൾ ഉദിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ആ സാത്വിക ഗുണം കംപ്ലീറ്റ് ആവും നമ്മുടെ ഉള്ളിൽ. യോഗികളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ എന്ന് പറയുന്നത് യോഗികളുടെ ഉള്ളിൽ. ആ യോഗികൾ എന്താവും? ആ സാത്വിക ഗുണം സംശീകരിച്ച് അവിടുന്ന് അവർ ബ്രഹ്മരന്ധ്രത്തിലൂടെ, സുഷുപ്തിയിലൂടെ നമ്മളെ പ്രാണനെ കടത്തി എവിടെ എത്തിക്കുന്നു? സാക്ഷാത്കാരം നേടും, നിർവ്വാണം പ്രാപിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓങ്കാരം ധ്യാനം ആക്കിയെടുക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനെന്താണ്? നമ്മൾ ഷഠാധാര ചക്രങ്ങളെ ഉണർത്തണം. ഷഠാധാര ചക്രങ്ങളിലെ നമ്മുടെ കുണ്ടലിനിയായ പ്രാണവായുവിനെ കുണ്ടലിനിയിൽ നിന്ന് ഉയർത്തി അത് സാധകന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എങ്ങനെ? ഓരോരോരോരോ ഘട്ടങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോകണം. അങ്ങനെ ആദ്യം നമ്മൾ വരുന്ന ബ്രഹ്മഗ്രന്ഥിയിൽ വരുന്നതാണ് എന്താണ്? കുണ്ടലിനി ശക്തി. അത് കഴിഞ്ഞ് നമ്മളെന്ത് പറയും? ഓരോരോ ചക്രങ്ങളിൽ കയറണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ബ്രഹ്മഗ്രന്ഥി കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന എന്താണ്? രുദ്രഗ്രന്ഥി. അത് നമ്മൾ ഇവിടെ അതിന് പറയുന്നതാണ് ഇവിടെ ചുവപ്പ് കളറ്. ആ
കളേഴ്സ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് വിഷ്ണു ഗ്രന്ഥി. അത് നമ്മൾ വിഷ്ണു ഗ്രന്ഥി ആ ഭാഗത്ത് മൂന്നാമത്തെ ചക്രം, ആ ചക്രമല്ല മൂന്നാമത്തെ ഭാഗം അവിടെ വരുമ്പോൾ ഈ ചക്രങ്ങൾ ഒരു 6 ചക്രങ്ങളിൽ 2 ചക്രങ്ങൾ കഴിയുമ്പോൾ വരുന്ന ഭാഗങ്ങളാണ് എന്താണ് നമ്മുടെ മൂലാധാരം കഴിഞ്ഞിട്ട് അടുത്ത 2 ചക്രം കഴിഞ്ഞിട്ട് വരുന്നതാണ് ആ മൂലാധാരം തൊട്ട് അവിടെ വരെയുള്ള ചക്രത്തിനെ നമ്മൾ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത 2 ചക്രത്തിനെ നമ്മൾ എന്ത് പറയുന്നത് രുദ്രഗ്രന്ഥി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ആധാര ചക്രങ്ങൾ വരുന്നതിനെ നമ്മൾ വിഷ്ണു ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് ഇത്രയും കൂടി കടത്തിയിട്ടാണ് ഒരു യോഗി സാധകനായ ഒരു യോഗി ചെയ്ത് എന്ത് ധ്യാനത്തിലൂടെ ഓങ്കാരത്തിലൂടെ എവിടെ എത്തുന്നു സഹസ്രാരത്തിലെത്തി യോഗികളായി മാറുന്നു, അല്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് അർഹരായി മാറുന്നു, അവർ നിർവ്വാണം പ്രാപിക്കുന്നു. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ എത്താനുള്ള ആ ഒരു വഴി ഉണ്ടാകുകയാണ്. അതാണ് ഇവിടെ പറയുന്ന ഓങ്കാര രൂപത്തിലും പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ശബ്ദമുള്ള ശങ്കാരധ്വനി നമ്മൾ പറയുന്നില്ല, ആ കഴിഞ്ഞ പോയത്തി പറഞ്ഞ ശങ്കാരധ്വനി. ആ നാദത്തിലൂടെ ആ പ്രണവാകാര ഓങ്കാരത്തിലൂടെയും ഷടാധാരങ്ങളെ ഉണർത്തി നമുക്ക് നിർവ്വാണം പ്രാപിച്ച് മോക്ഷമടയാമെന്നും പറയുന്നു. അതേപോലെ തന്നെ രൂപത്തെ ധ്യാനിച്ച് നമ്മൾ ഭക്തരായിട്ടുള്ളവർക്ക് രൂപമാണല്ലോ, നമ്മൾ ഭഗവാനെ എന്ന് രൂപം വെച്ചിട്ട് നമ്മളെ ഇഷ്ടദൈവങ്ങളെ വെച്ച് ആരാധിച്ചാണല്ലോ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ തരത്തിൽ ഇപ്പോൾ യോഗികൾ ചെയ്യുന്നത് കഠിനമായ പ്രയത്നമാണ്. അവരുടെ അത്രയും സാധകം കൊണ്ടാണ്. ഇവിടെ വേറെ ഭക്തി മാർഗം പറയുന്നുണ്ട്, ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മുമ്പത്തെ പോയത്തിലെ ആ ഷോർട്ട് കട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ച് അതിൽ ശ്രദ്ധ കൊടുത്ത് നമുക്ക് എന്താവാൻ പറ്റും, ഈ പറയുന്ന മോക്ഷഗതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് അരുളി ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന 2 പദ്യത്തിലും വരുന്ന ഈ 4 വരികളിലെ പദ്യത്തിലൂടെ നമുക്ക് ആചാര്യൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് ഇവിടെ പറയുന്നത് ശങ്കരനാരായണ ധ്യാനം. അതാണ് ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ പകുതി ശിവനും പകുതി നാരായണനും. പ്രപഞ്ചം ദ്വൈതം മിഥ്യയാണെങ്കിൽ ദേവതാഭേദങ്ങൾ സാങ്കല്പികങ്ങളാണെന്ന് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടെങ്കിലല്ലേ നമ്മളവിടെ ദേവതകളുടെ ആരാധന ഉണ്ടാവുന്നുള്ളൂ, ഇല്ലേ? പ്രപഞ്ചം ഇല്ലെങ്കിൽ പിന്നെ ദേവതയുണ്ടോ? ഇല്ല. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരനും നമ്മളും തമ്മിൽ രണ്ടായി പിരിഞ്ഞത് കാരണം, അതായത് അവിടെ എന്ത് സംഭവിച്ചു, യോഗമായയിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചപ്പോൾ നമ്മൾ ജീവാത്മാക്കളായി ആ പ്രപഞ്ച സൃഷ്ടിയിലെ എല്ലാ ഗുണങ്ങളോടും കൂടി നമ്മൾ ജീവാത്മാവായി മാറി. ഈ ജീവാത്മാവിന് അവിടെ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതിനെക്കുറിച്ചും കൂടെ പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയാണ് നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നത്. നമ്മൾ എവിടുന്ന് വന്നു, എവിടെ എത്തണം, വന്നത് നമുക്കറിയില്ല. വന്നു പോയി, നമ്മൾ 2ആയി പിരിഞ്ഞു പോയി. ആ 2ആയി പിരിഞ്ഞ ഒരു കുട്ടി അമ്മയെ കാണാൻ, അതിൻ്റെ കുട്ടി ജനിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അകന്ന് നമ്മൾ മാറുന്നത്. അതാണ് ഉദാഹരണം പറയാം. ആ കുട്ടി അമ്മയെ എങ്ങനെ കണ്ടാൽ അതിന് സമാധാനം ഉണ്ടാവും. അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മ ചേർത്ത് പിടിച്ച് അമ്മ അതിനോട് അണച്ച് ചേർത്ത് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആ അവസ്ഥയാണ് നമ്മളിപ്പോൾ ജീവാത്മാക്കളും പരമാത്മാവുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അമ്മയും മക്കൾക്ക് എപ്പോഴും കുട്ടിയായിരിക്കുന്ന ഒരു കുട്ടിക്ക് ആരെ കയ്യിലിരുന്നാലും സമാധാനം ഉണ്ടാവില്ല, ആരെന്ത് കൊടുത്താലും സമാധാനം ഉണ്ടാവില്ല. ആ അമ്മ വന്ന് അമ്മയുടേതായ പാല് കൊടുത്ത് ആ കുട്ടിയെ തടവി തലോടി ചെയ്യുമ്പോൾ മാത്രമാണ് ആ കുഞ്ഞിന് എന്തെന്താ സമാധാനം. അത് നമ്മുടെ ഇതിൽ ഉപമിക്കാനാണെങ്കിൽ, നമുക്ക് നിർമ്മാണം പ്രാപിക്കാനാണെങ്കിൽ നമുക്ക് പരബ്രഹ്മത്തെ അറിഞ്ഞേ മതിയാവും. നമ്മൾക്ക് ഈ എടുത്ത ജന്മത്തിൽ അവിടെ തിരിച്ച് നമുക്ക് പരമാത്മാവിൽ ലയിക്കേണ്ടതാണ് ഒരു ജീവൻ്റെ ഉത്തരവാദിത്വം എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞത്. ഇതിലോട്ട് കടന്നു പോകുമ്പോഴേ അതിനെക്കുറിച്ച് മനസ്സിലാവും. അല്ലാത്ത നമ്മൾ വെറും പ്രാപഞ്ചികമായ മോഹങ്ങൾക്കും ദാഹങ്ങൾക്കും രാഗങ്ങൾക്കും ഒക്കെ വേണ്ടി ഇവിടെ കിടന്നാൽ, അപ്പം നമ്മൾ മനുഷ്യരാണെങ്കിലും മനുഷ്യൻ്റേതായ ബോധമൊന്നും നമ്മളിൽ ഉദിക്കുന്നില്ല. ഈ ബോധങ്ങൾ ഉദിക്കുന്നതിനുള്ള എളുപ്പമാർഗ്ഗങ്ങളാണ് ഈ നമ്മുടെ ഹൈന്ദവമായ പുസ്തകങ്ങളും വേദപുസ്തകങ്ങളും പാരായണങ്ങളും സപ്താഹങ്ങളും കഥകൾ, ഭാഗവത ശ്രവണ കഥകളൊക്കെ നമ്മൾ കേട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ ബോധം, അപ്പോഴേ നമ്മുടെ ബോധം തെളിഞ്ഞ് നമ്മൾ എന്താണെന്നുള്ള ഉള്ളിലിരിക്കുന്ന ആ ബോധം നമ്മളെ തെളിക്കത്തുള്ളൂ. അങ്ങനെ പോകുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ഈ കാമമോഹദാഹങ്ങളിൽ കിടക്കുന്നവർക്ക് ഇതൊക്കെ പറയും ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെയാണ്, നമ്മൾ കാണുന്നതൊക്കെ തന്നെ ഉള്ള ജീവിതം അങ്ങ് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കണം എന്നുള്ളത്. പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കാൻ ഈ മായ നമ്മെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് പോരായ്മകളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് കടുത്ത കഥനങ്ങളും ഒക്കെ നമുക്ക് ഈ ലോകത്ത് അനുഭവിക്കേണ്ടതായി. നമ്മൾ അതിൻ്റെ ചരിത്രം എടുക്കുന്നില്ല. നമ്മുടെ കർമ്മവാസനകളാലും നമുക്ക് പലതും ഇവിടെ അനുഭവിച്ച് സഹിക്കാനാവാത്ത പലതും അനുഭവിക്കേണ്ടി വരും. ആ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ പറയും എന്തിനാണ് ഞാനിത് അനുഭവിക്കുന്നത്. അപ്പോഴും നമ്മൾ ചെറുതായി ഒന്ന് ബോധത്തിലേക്ക് കൊടുക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തെനിക്ക് ഈ കഷ്ടം, ഇങ്ങനെ ഈ ഒരു വല്ലാത്ത ദുരന്തം ഞാൻ എന്തിനനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം, അതിൻ്റെ വേറൊരു ലോകത്തിലേക്ക് നമ്മൾ ചിന്ത പോകുന്നില്ലേ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതിന് നമ്മൾക്ക് എന്ത് വേണം, നമ്മൾ കുട്ടിക്കാലത്തെ നമ്മുടെ കുട്ടികളിൽ ഭക്തിയും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വന്നാൽ മാത്രമേ അവർക്ക് നമുക്ക് ഈ സംസാര സാഗരം, അതായത് നമ്മുടെ ഈ പ്രകൃതി, ഈ മായാപ്രകൃതിയിൽ നമുക്ക് നമ്മുടെ കർമ്മം ജന്മം കുറയ്ക്കാനെങ്കിലും നമുക്ക് എന്താവണം,
മായാപ്രകൃതിയെ മനസ്സിലാക്കാൻ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് തിരിച്ച് ഒന്ന് ചിന്തിക്കാനുള്ള കാര്യം ഉണ്ടെന്ന് ഈ പുസ്തകങ്ങളിലൂടെയും ഈ കഥകളിലൂടെയും കുട്ടികളിൽ നമ്മൾ എല്ലാം കുട്ടികളിലാണ് നമ്മൾ വളർത്തേണ്ടത്. തലമുറ അവരാണ്. നമ്മളൊക്കെ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കുന്നത് നമുക്കൊരു പകുതി പ്രായം കഴിയുമ്പോൾ. അപ്പോൾ ആ കുട്ടികളിൽ നമ്മൾ നേരത്തെ ഇതിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഒന്ന് അവർ നല്ല കഴിവുള്ളവരായി അവരുടെ കഴിവുകൾ പുറത്തു വരികയും അവർക്ക് എന്തിനും നേരിടാൻ കഴിയുകയും ഇതൊക്കെ മിഥ്യയാണ്, നമ്മൾ ഈ ജീവിതം ജീവിച്ച് പോവേണ്ടതാണെന്നും ഈ ജീവിതത്തിൽ കൊടുങ്കാറ്റും വെള്ളവും പ്രളയവും പേമാരിയും തീയും വരുന്നത് പോലെ തന്നെയാണ് ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അതൊന്നും ആർക്കും തടുക്കാനാവില്ല. പക്ഷേ നമ്മൾ ഈ തരത്തിലൂടെ ചിന്തിച്ച് നമ്മളുടെ ഈ മറ്റേ വശം ആത്മീയ വശം കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന എല്ലാ ദുരന്തങ്ങളും ദുരൂഹതകളിലൊക്കെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും അതിനെ പിടിച്ചു നിന്ന് നമുക്ക് കടന്നു പോകാനും നമ്മുടെ കർമ്മം കുറയ്ക്കാനും നമുക്ക് ജന്മം കുറയ്ക്കാനും അതിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് കയറി പോകാനുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഈ ആത്മീയതയിലൂടെ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അല്ലാതെ ആത്മീയത എടുത്തിട്ട് എല്ലാവർക്കും ഇവിടെ സന്യാസിയാകാൻ പറ്റില്ല. അതിനൊക്കെ ഒരു യോഗം ഉണ്ടാവണമെങ്കിൽ അവർ സന്യാസിയാകത്തുള്ളൂ. ആരൊക്കെ ഇനി എന്തൊക്കെ വേഷം കെട്ടി നിന്നാലും സന്യാസി ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് സന്യാസം എന്താണെന്ന് അറിയണം. സന്യാസവും വസ്ത്രവും കാണിക്കുന്ന ബഹളങ്ങളും ഒന്നും അല്ല. സന്യാസം ഒന്ന് ആദ്യം പഠിക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് സന്യാസം. നമ്മുടെ ഈ പ്രകൃതിയെ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നമ്മൾ വേറൊരു തലത്തിലേക്ക് ചിന്തിച്ച് പോവുകയും ആ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു തലമാണ് സന്യാസം. അവിടെ എന്താണ് ആ സന്യാസി എന്ത് ചെയ്യും? സന്യാസിക്ക് ഈ പ്രകൃതി കാണുന്നതൊന്നും എന്താണ് തൊടാതെ കഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ആ സന്യാസി നേടിയെടുക്കുക. എങ്ങനെ? സന്യാസിയുടെ സാധനകളിലൂടെ. ആ സന്യാസി എങ്ങനെ? സാധാരണ ഭഗവാൻ മഹാവിഷ്ണു ഭഗവത്ഗീത പറയുന്നുണ്ട് 4 ആശ്രമങ്ങളും കഴിഞ്ഞാൽ മാത്രമേ ആ സന്യാസത്തിന് യോഗ്യത ഉണ്ടാവുന്നതാണ്. സത്യം പറയാൻ നമുക്ക് ഈ ആശ്രമങ്ങൾ കടന്നു പോകണമെങ്കിൽ പ്രകൃതി തന്നെ വേണം. ആ പ്രകൃതിയിലൂടെയാണ് നമ്മൾ ജീവിച്ച് നമ്മുടെ 4 ആശ്രമങ്ങളും കടന്ന് നമ്മൾ എന്താണെന്ന് ഈ സത്യം മനസ്സിലാക്കണം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു വ്യക്തി ഈ ആശ്രമങ്ങൾ കടന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആ ബാക്കി സമയങ്ങൾ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്തതിനുള്ള അടുത്ത കിട്ടുന്ന ജന്മങ്ങളിലെങ്കിലും നമ്മൾ ഈ മനസ്സിലാക്കി പോകുന്ന നമ്മുടെ ബോധതലത്തിൽ കിടക്കും. അടുത്ത വരുന്ന ആ ജന്മത്തിൽ ആ ആത്മാവിൻ്റെ ബാക്കി ഭാഗം തീർക്കാൻ വരും. അപ്പോൾ ആ ആത്മാവിന് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ശരീരത്തിൽ കയറുമ്പോൾ മായയാലാണ് ഇതെല്ലാം നമ്മൾ മറന്നു പോകുന്നത്. മറക്കുന്നില്ല, ഒരു ഫ്രെയിം പോലെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായി കിട്ടും. അതുകൊണ്ട് ഈ പറയുന്നത് നമുക്ക് ശങ്കരനാരായണ ധ്യാന രൂപത്തിലും ഓങ്കാരം ധ്യാനിച്ച് ഷടാധാര ചക്രങ്ങളെ ഉയർത്തി 3 ഗ്രന്ഥികളെയും വിഭേദിച്ച് നമുക്ക് നിർവ്വാണം പ്രാപിക്കാം, മോക്ഷം പ്രാപിക്കാമെന്നുമാണ് ഇവിടെ ഈ 40ാമത്തെ പോയത്തിൽ ആചാര്യൻ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ശങ്കരനാരായണ ധ്യാനം എന്താണെന്ന് പ്രണവധ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഓരോരുത്തരുടെ സങ്കല്പത്തിനനുസരിച്ച് രൂപം കൊണ്ട് അവരവരെ അനുഗ്രഹിക്കാൻ സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവിന് യാതൊരു പ്രയാസവുമില്ല. ഇപ്പം നമ്മൾ ഭഗവാൻ ഉദാഹരണം അവിടെ പറയുകയാണ്, ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നു അല്ലേ? നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആസക്തികളെല്ലാം കുറയണം. അതെങ്ങനെ? ആ ഭഗവാന്റെ സർവശക്തൻ്റെ അനുഗ്രഹവും കടാക്ഷവും കൊണ്ട് ഏതൊരു ജീവാത്മാവാണോ ആത്മാവ് തുറന്നിട്ട് ഈശ്വരനെ ആരാധിക്കുക അല്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥനയും ഉപാസനയും തുടങ്ങുന്നത്, അവർക്ക് ആദ്യം ഭഗവാൻ കൊടുക്കുന്നത് എന്താണ്? ഈ പ്രകൃതി എന്തെന്നുള്ള മനസ്സിലാക്കി കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യും? മനസ്സിലെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ആ ആരാധനാമൂർത്തി കൊടുക്കുക. അതിനാണ് ഇവിടെ നമ്മൾ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സാധനകൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് മനുഷ്യരായി നമ്മൾക്ക് മറ്റ് ജ്ഞാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈശ്വര ആരാധനയിലൂടെയും നമ്മുടെ സത്സംഗത്തിലൂടെയും നമ്മളുടെ പുസ്തക പാരായണത്തിലൂടെയും നമുക്ക് ഈ ലെവലിൽ എത്താൻ കഴിയുമെന്നാണ് ഇവിടെ ആചാര്യൻ ഉറപ്പിച്ച് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഓങ്കാരധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഷടാധാരം അങ്ങനെ. അപ്പോൾ അവിടെ നമുക്ക് ആ ജ്ഞാനം ഉണ്ടാവണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ട്, കുണ്ടലിനി തൊട്ട് സഹസ്രാരം വരെ. ഈ 6 ചക്രങ്ങളിലൂടെയാണ് നമ്മുടെ പ്രാണനെ യോഗികൾ എന്തെന്ന് കയറ്റി ഓരോ ചക്രങ്ങളിലും കയറ്റി അവരവരുടെ ധ്യാനത്തിലൂടെ ഉപാസനയിലൂടെ കഠിനമായ സാധനയിലൂടെയാണ് അവർ ഓരോടത്തും കുണ്ടലിനെ ഉണർത്തി കയറ്റി കൊണ്ടുപോയി അവർ അവിടെ എത്തിച്ച് സഹസ്രാരത്തിൽ എത്തിച്ച് അവരെന്താക്കുന്നു? അവരുടെ മോക്ഷഗതി നേടുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഭക്തരായിട്ടുള്ള നമുക്ക് ശങ്കരനാരായണ ധ്യാനം എടുക്കാം. അതായത് ഭഗവാന്റെ സങ്കല്പം മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാലം വരെ നമ്മൾ 2ആയിട്ട് നിൽക്കണം. നമ്മുടെ പ്രാണനെ എപ്പോഴും അവിടെ ചെന്ന് അതിൽ ലയിക്കുന്നു. അപ്പം മാത്രമാണ് നമുക്ക് സംശയങ്ങളില്ല, ഒന്നുമില്ല, നമ്മളത് ലയിച്ച് കഴിയുന്നു. ആ പരബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ യോഗമായയിലൂടെ സൃഷ്ടിച്ച ആ ദേവിയുടെ സ്പന്ദനവും ജീവപ്രാണനുമാണ് ഈ ജഡസ്വരൂപങ്ങളായിട്ട് നമ്മളിൽ ഇട്ടിരിക്കുന്നത്. അതിനാണ് തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുൻ പോയങ്ങളിൽ 96 തത്വങ്ങളിലാണ് പ്രകൃതി. ആ 96 തത്വങ്ങൾ
പ്രകൃതി ഉണ്ടെങ്കിൽ തത്വമുണ്ട്. പ്രകൃതിയും തത്വവും മാറും. അത് ഭഗവാന്റെ ഈ സൃഷ്ടി അനുസരിച്ച് യുഗങ്ങൾ ആവർത്തിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പ്രകൃതി എന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ തന്നെ സർവ്വഗുണങ്ങളോടുകൂടിയാണ് ഈ യോഗമായ. ഭഗവാന്റെ തന്നെ ശക്തിയാണ്, ശക്തി സ്വരൂപിണി എന്ന് നമ്മൾ പറയും. ശക്തി സ്വരൂപിണി ഇല്ലാതെ ഭഗവല്ല. അതാണ് ലക്ഷ്മി നാരായണ സങ്കല്പം, ശിവശക്തി സങ്കല്പം. ഈ രണ്ടും എല്ലാം ഒന്നാണ്. ഇതെല്ലാം അവസാനം വരുന്ന ഒന്ന്. നമുക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് പ്രപഞ്ചം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ദേവത ഭേദബുദ്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നായ രീതിയിൽ ഇതൊക്കെ ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ഭേദബുദ്ധി മാറി, ദ്വൈതം മാറി, ഭ്രമം മാറി, നമ്മൾ അദ്വൈതത്തിൽ എത്തുകയും ആ ഒറ്റ സങ്കല്പത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ അറിവിലൂടെ നമുക്ക് ഭഗവാൻ തരുന്ന ജ്ഞാനവും അനുഗ്രഹവും എല്ലാം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും? നമ്മുടെ ജീവനെ മുക്തിയിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിന് പ്രാപ്തരായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളോടുകൂടി അതെല്ലാം ഏതൊരു ആരാധനാ മൂർത്തിയെ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുവോ ആ വ്യക്തിയുടെ എല്ലാ വേണ്ടാത്ത ഗുണങ്ങളും ആ മൂർത്തി മാറ്റി ആ മൂർത്തി സ്വരൂപം വരുത്തേണം ഈശ്വര, കീർത്തികളെല്ലാം വരുത്തേണം ഈശ്വര, പൂർത്തികളെല്ലാം ഒരുക്കേണം ഈശ്വര. ഇത് ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്കമേ തിങ്കൾ കലാഞ്ചിതം കൊടീര ബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ അംഗജന്മാവിനെ ചുട്ടൂരു നേത്രവും അർക്കചന്ദ്രന്മാർ പിരിപ്പിടമാക്കിയ തൃക്കണ്ണ് രണ്ടും തിരുനാശ. പ്രകൃതി ഉള്ളതുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാരുണ്ടായിരിക്കുന്നത്. ആ സൂര്യചന്ദ്രൻ എന്ന് പറയുന്നത് ഈ ഏതൊരു ദേവതാ സങ്കല്പത്തിൻ്റെയും, ദേവിയുടെ ആയിരുന്നാലും ശിവന്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും തൃക്കണ്ണെന്ന് പറയുന്നത് എന്താണ്? സൂര്യചന്ദ്രന്മാർ. ഈ സൂര്യചന്ദ്രന്മാർ എന്തിനാണ്? രാവും പകലും ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ രാവും പകലും ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിന് ആ ഒരു രീതി ഉണ്ടായി വരത്തുള്ളൂ. നമ്മുടെ രാത്രിയായാൽ തീർച്ചയായിട്ടും രാവിലെയാകും ഇല്ലേ? കറുപ്പുണ്ടെങ്കിൽ വെളുപ്പുണ്ട്, ധർമ്മമുണ്ടെങ്കിൽ അധർമ്മമുണ്ട്, സത്യമുണ്ടെങ്കിൽ മിഥ്യയുണ്ട്. ഇങ്ങനെയുള്ള ഇതെല്ലാം ഒന്നാണെന്നുള്ള ആ ഒരിത് പ്രകൃതിയാവുമ്പോൾ അത് രണ്ടായി പിരിയുന്നു. പ്രകൃതിയിൽ നിന്ന് ജീവജാലങ്ങൾ അവരുടെ കർമ്മഗതിയാൽ അല്ലെങ്കിൽ അവരുടെ ഉപാസനകളാൽ ജീവനെ ഉയർത്തുമ്പോൾ അത് മോക്ഷഗതിയിൽ എത്തുമ്പോൾ ഒന്നായി മാറുന്നു. അതോടുകൂടി ഇണ്ടലുണ്ടാകുന്നില്ല. എല്ലാം അതിൽ ബ്രഹ്മത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് ഒന്നല്ലേ, ഒന്നിനും എന്ത് സംശയം ഉണ്ടാവില്ല. സത്യം, ധർമ്മം, നീതി, ന്യായം അതൊക്കെ ഒന്നേ ഉള്ളൂ. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയൊക്കെ പുലർത്താനാണ് ഈ അധർമ്മം നിൽക്കുന്ന ഈ ഭൂലോകത്ത്. അപ്പം നമ്മൾ ധർമ്മം കാക്കുക. ആ ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞത് ഈശ്വരനാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിലെ പ്രാണന്റെ അംശത്തെ, ആ ഭഗവാന്റെ ആ അംശമാണ് നമ്മളിൽ എല്ലാവരിലും ഒരുപോലെ കുടികൊള്ളണമെന്നുള്ള തത്വത്തിലെത്തണം. ആ തത്വത്തിലെത്താണ് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ എന്താവണമെന്ന് പറയുന്നത്? താൻ ശരീരമല്ല, താൻ ആത്മാവാണ്, താൻ അതിനു വേണ്ടി പ്രയത്നിക്കണമെന്നുള്ള അവരുടെ ആ സാധക ക്രമത്തിലൂടെ നമ്മളൊരു ഗുരുവിൻ്റെ ഉപദേശം നേടുമ്പോൾ അവരുടെ അനുഭവങ്ങളെല്ലാം നമ്മൾക്ക് പറഞ്ഞ് നമ്മൾ ശരീരമല്ല, സത്യമല്ലേ, നമ്മൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം അവസാനം പ്രാണൻ പോകുമ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക്. പക്ഷെ അത് മാത്രമേ നമുക്ക് അറിയാവൂ. പക്ഷെ നമ്മളെ കർമ്മങ്ങളാൽ പലതും ഏറ്റെടുത്തിട്ട് വീണ്ടും നമുക്ക് ജന്മം ഉണ്ടാകുന്നു. ആ ജന്മം കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ കർമ്മം ഉണ്ടാകേണ്ടി വരുന്നത്. ജന്മം തീർന്നാൽ പിന്നെ കർമ്മമില്ല. അതിന് കർമ്മം തീരണം. എടുത്ത കർമ്മങ്ങൾ തീരുമ്പോൾ ജന്മം തീർന്നു. അപ്പം അതിനുള്ള ഉപാധികളൊക്കെയാണ് ഇവിടെ ആചാര്യനെ പോലുള്ളവർ അവരവരറിഞ്ഞ അല്ലാതെ സത്യാന്വേഷികളായ ആചാര്യന്മാരാണ്. അവർ വെറും ആചാര്യരല്ല, അവർ സത്യാന്വേഷികളാണ്. എന്താണ് സത്യം, എന്താണ് താൻ, എന്താണ് ഈശ്വരൻ, എന്താണ് ഒന്ന്, സത്യം എന്താണ്, ഏകാന്തത എന്താണ്, ഏകാന്തമായ ഭക്തി എന്താണ്, പരബ്രഹ്മത്തിൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കിയവരാണ്. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നും പറയുന്നത്. കാരണം പൂർണ്ണരായിട്ട് ഇവിടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ ആർക്കും എന്തും കിട്ടില്ല. പൂർണ്ണമായും നമുക്ക് ഭൂമിയിൽ നിന്ന പൂർണ്ണമായ ഈശ്വരജ്ഞാനം കിട്ടില്ല. പിന്നെ അവരവരുടെ ആരാധനയും അവരവരുടെ വിശ്വാസവും അവരുടെ ശക്തിയും അനുസരിച്ച് അവരവരുടെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും അനുസരിച്ച് അവരവർക്ക് ഓരോന്ന് ഭഗവാൻ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ കാണിക്കും. ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവ്. മനുഷ്യൻ എന്താണെന്ന് അറിയാനുള്ള അറിവ്, ജ്ഞാനം. അത് എവിടെ നിന്നാണ്? അത് ഈശ്വരനാണ്. അത് നമ്മൾ ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് സൽസ്വഭാവത്തിലൂടെ പോകുമ്പോൾ മാത്രമേ ശരിയായ ജ്ഞാനം നമ്മളിലെത്തുള്ളൂ. ആ ജ്ഞാനമാണ് നമ്മൾ അറിയേണ്ട. മനുഷ്യൻ ആരെന്ന് അറിയണം. അല്ലാതെ മനുഷ്യനായിട്ട് രൂപം കിട്ടുന്നിട്ട് മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ആ ജീവിതത്തിന് കിട്ടിയ ജന്മത്തെ പാഴിക്കളയരുതേ. ആ ജന്മം നന്നായി തന്നെ നമ്മൾ ജീവിച്ച് നമ്മുടെ കർമ്മങ്ങൾ മാക്സിമം ഒതുക്കാനായിട്ട് ഈശ്വരനെ സഹായം തേടുക. പരമാത്മാവിനെ അറിയാൻ നമ്മൾ ഈ പ്രാപഞ്ചികമായ ഇതിൽ വന്ന നമ്മൾ ഭേദബുദ്ധിയില്ലാതെ ഒരു ദൈവത്തെ ആരാധിക്കാൻ ഒറ്റ രൂപത്തിൽ കയറി ഏകാന്ത ഭക്തിയോടുകൂടി നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാകുന്നത്. അതോടുകൂടി നമുക്ക് ഇവിടുത്തെ സംശയങ്ങൾ തീരും, നമ്മുടെ ദുഃഖങ്ങളും തീരും. കർമ്മം തീർന്നതിന് പിന്നെ ദുഃഖമില്ല. പിന്നെ ആ വിഷ്ണുപദത്തിൽ തന്നെ ചേരാം. അതിന് നിയമം അതാണ്.
സർവ്വകർമ്മങ്ങളും തീർത്ത് സർവ്വദോഷങ്ങളും സർവ്വ സ്വഭാവ മാറ്റങ്ങളും വരുത്തിയിട്ട് മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താവും? നമ്മൾ വന്നിടത്ത് തന്നെ ചെന്ന് ചേരും. നദി കടലിൽ ചേരുന്നത് പോലെ ഓരോ ജീവാത്മാവും ആ സാഗരമാകുന്ന ആ ഭഗവാൻ എന്ന് പറയുന്ന പരബ്രഹ്മത്തിൽ നമ്മളെല്ലാവരും ഇരിക്കുക. അതിന് കാലതാമസങ്ങൾ എടുക്കുന്നതിന് കാരണം നമ്മുടെ കർമ്മഗതിയാണ്. ശുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജന്മം കുറഞ്ഞ് നമ്മൾ കയറി വന്ന അവസാന ഒരു ജന്മത്തിൽ നമ്മൾ സാക്ഷാൽ എല്ലാം മനസ്സിലാക്കി നമ്മൾ ആ നിലയിലെത്തി നമ്മുടെ ജീവനെ നമ്മൾ മുക്തി കൊടുക്കും. ഇത് എങ്ങനെ കറങ്ങിയാലും എത്ര കാലങ്ങളും യുഗങ്ങളും കറങ്ങിയാലും ഒരു മനുഷ്യ ആത്മാവിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ എത്താനുള്ള ഉപാസന സാധന ക്രമങ്ങളെല്ലാം ചെയ്ത് എത്തേണ്ടതെന്നുള്ളതാണ്. അത് എങ്ങനെ കറങ്ങിയാലും അത് അവസാനം അവിടെ എത്തേണ്ടതാണ്. അങ്ങനെയാണ് എത്തുവോളം യുഗങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ കഷ്ടങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കി നമ്മുടെ കർമ്മത്തെ സാധൂകരിച്ച് ഈശ്വരനെ ധ്യാനിച്ച് നമ്മൾ നമ്മുടെ വഴി ഈ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കുറഞ്ഞു വരും, നമ്മുടെ ജനനങ്ങളും കുറഞ്ഞു വരും. അത്രയും ഒരു ഇത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയും. പിന്നെ ആ രൂപത്തിൽ വരുന്ന ജന്മത്തിന് എങ്ങനെ അത് സാക്ഷാത്കരിക്കണമെന്നുള്ള ആ അറിവും ബോധവും ആ ബോധസ്വരൂപമായ ആനന്ദം ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിലിക ഞാനെന്ന ഭാവം തോന്നേണമേ വരിക. ഞാനെന്ന ഭാവം അഹങ്കാരം മാറുക. താൻ ഈശ്വരനിൽ നിന്ന് വന്ന ആളാണെന്ന് മനസ്സിലാക്കി ഈശ്വരൻ്റെ സൃഷ്ടികളാണ് ഈ കാണുന്നതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് ആദ്യം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കരുണ ദയ അതിലൂടെ നമുക്ക് ആദ്യം അങ്ങനെ ഉണ്ടാവാൻ പറ്റും. പിന്നെയാണ് നമ്മൾ സത്യം അറിയുന്നത് എല്ലാം ഒന്നാണെന്ന്. ആദ്യം നമുക്ക് അറിയാൻ കഴിയുന്ന ആ ഭഗവാന്റെ തന്നെ സ്വഭാവമായ സ്നേഹം എന്ന് പറഞ്ഞ ഈശ്വരനാണ്. സത്യം എന്ന് പറഞ്ഞ ഈശ്വരൻ. ഇവിടെ എന്താണ് പരിശുദ്ധമായിട്ടുള്ളത്? അതെല്ലാം ഈശ്വരൻ. അതൊന്നേ ഉള്ളൂ. അത് ഒന്നാണെന്ന് അറിയാനാണ് നമ്മുടെ ഈ പ്രയത്നത്തിലേക്ക് എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി അത് ആ ഏകാഗ്രത പിടിക്കാനാണ് നമ്മൾ ഇത്രയും പരിശ്രമിക്കുന്നതും ചെയ്യുന്നതും. അത് ഏതൊരു മനുഷ്യന് ആത്മാവിനാണോ മനസ്സിലാകുന്നത് അവരാ ചര്യ തുടരുക. ആ പദവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മൂർത്തികളായ ആ ഭഗവാൻ നമ്മളെ എന്താക്കും? അതിന് വഴിതെളിച്ച് നമ്മെ അവിടെ എത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ഇതിന് അർഹരായിട്ട് ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ശ്രീ രാധേ രാധേ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഡംഘം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖും രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവകി രൂപം നിനപ്പവനു പോകുന്നു മോഹമത് നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.